എൻ്റെ അച്ഛൻ്റെ പേര് പറഞ്ഞ എന്താ കുഴപ്പം? എൻ്റെ അച്ഛൻ്റെ പേര് അതാണ്. എനിക്ക് അമ്മയുടെ പേര് കൂടി പറയാത്തതിൽ സങ്കടമുണ്ട്. ഞാനാ മായ, ഞാൻ എപ്പോഴാണ് നിന്റെ ശിഷ്യനായത്? മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞിരുന്നു സമുദായ നേതാക്കളുടെ തിണ്ണ നിറങ്ങില്ല. കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു ബിഷപ്പ് ഹൗസിലേക്കാണ് ആദ്യം പോയത്. നിലപാടിൽ മാറ്റമില്ല, നിലപാടിൽ ഒരു മാറ്റമില്ല. അതിശക്തമായ സെക്യുലർ നിലപാടാണ്. ഒരു നിലപാടിലും മാറ്റമില്ല. എന്റെ വീട്ടിന്റെ അടുത്തുള്ളതാ. ആര് വർഗീയത പറഞ്ഞാലും അതിനെ എതിർക്കുകയും ചെയ്യും. ഗോപാലകൃഷ്ണ, നിനക്ക് വല്ലതും പറ്റിയ? ഹേയ്, പിന്നെ എന്തിനാ നീ നിലവിളിച്ചത്? അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ. മന്ത്രിസഭാ യോഗത്തിൽ ഒരു പ്രധാനപ്പെട്ട തീരുമാനം, തിരുവനന്തപുരം കാസർഗോഡ് സിൽവർ ലൈൻ പദ്ധതി റദ്ദ് ചെയ്ത് ഉത്തരവ് പുറപ്പെടുവിക്കാനുള്ള തീരുമാനമെടുത്തു. നോക്ക്. പ്രസ്തുത പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ചിട്ടുള്ള എല്ലാ വിജ്ഞാപനങ്ങളും റദ്ദ് ചെയ്യാൻ തീരുമാനിച്ചു. ഡീനോട്ടിഫിക്കേഷൻ. ലോക പരാജയം. ഞാൻ പോകുന്നു. കാരണം ഈ പദ്ധതി നടക്കുന്നില്ല, പദ്ധതി ഉപേക്ഷിക്കുകയും ചെയ്തു. നിരവധി വർഷങ്ങളായി ഈ ഭൂമി വിൽക്കാനോ വാങ്ങാനോ ഇതൊന്ന് പണയപ്പെടുത്താനോ മകളുടെ വിവാഹത്തിന് ഒരു ലോൺ എടുക്കാൻ പോലും പറ്റാതെ ഈ സാധാരണക്കാരായ ആളുകൾ മുഴുവൻ വിഷമിക്കുക. ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? വിട്ടവളി ആന പിടിച്ചാ കിട്ടൂ. ഏറ്റവും അത്യാവശ്യമായി ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു കർമ്മ പരിപാടി. ഞാൻ പ്രതിപക്ഷ നേതാവായപ്പോൾ തിന്നിറങ്ങാൻ പോകില്ല എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇന്ന് എവിടെന്നെങ്കിലും ഒരു തിന്ന് കോട്ട് ചെയ്ത് കാണിച്ചു. ഞാൻ പണ്ട് ഉപദേശിച്ചിട്ടുണ്ട് നേതാക്കളോട്, തിണ്ണനിറങ്ങാൻ പോയിരുന്നു. എന്താ ബിഷപ്പ് ഹൗസിൽ പോയാൽ എന്താ കുഴപ്പം? ഞാൻ എപ്പോഴും പോകാറുണ്ടല്ലോ, എല്ലാ സ്ഥലങ്ങളിലും പോകാറുണ്ടല്ലോ. ഞാൻ ശിവഗിരി പോകുന്നുണ്ടല്ലോ. ഏറ്റവും ജനകീയനായിക്കൊണ്ട് നമ്മൾ ഇത്രയധികം ജനങ്ങൾ സംസാരിച്ച് വാദിച്ച് നേടിയെടുത്ത ഒരു മുഖ്യമന്ത്രിയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ആ ഒരു ധൈര്യം പലപ്പോഴും തെരഞ്ഞെടുപ്പിന് മുമ്പോ അദ്ദേഹം പഠിച്ച കോളേജിലോ ഞാൻ പഠിച്ച കോളേജിലോ അദ്ദേഹവും പഠിച്ചിട്ടുണ്ട്. 2-3 സിനിമകളിൽ മുഖ്യമന്ത്രിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. തമിഴ്നാടിന്റെയും ആന്ധ്രാപ്രദേശിന്റെയും കേരളത്തിന്റെയും ഒക്കെ മുഖ്യമന്ത്രിയായിട്ട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അഭിനയിക്കുന്നത് വളരെ കുറച്ച് കാലത്തേക്കാണ്. അഭിനയവും പരിചയവും കൊണ്ട് കുറച്ചുകൂടെ എളുപ്പമാകാവുന്ന ഒരു കാര്യവുമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു മുഖ്യമന്ത്രി ആയിരിക്കുക എന്നുള്ളത് നല്ല ബുദ്ധിമുട്ട് പിടിച്ച പണിയാണ്. കണ്ടാ മനസ്സിലാവും. തൽക്കാലം അങ്ങനെ നിൽക്കട്ടെ. എനിക്ക് അവിടെ നിന്നെ കൊണ്ട് ചില ആവശ്യങ്ങളൊക്കെ ഉണ്ട്.